സർക്കാരിൻ്റെ ദേവാങ്കണം ചാരു ഹരിതം പദ്ധതി. അതിനാണ് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ാം തീയതിയാണ് ഇവിടെ ഞാറ് നടുന്നത്. ഇപ്പോൾ ഏകദേശം 3 മാസം കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ജൈവപരമായിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആട്ടും കാട്ടവും ചാണകവും അങ്ങനെ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് നമ്മളിത് ഇല്ലെന്നിറക്ക് എടുത്തിട്ടുണ്ട്. ഈ വരുന്ന 14-ാം തീയതി, സെപ്റ്റംബർ 14-ാം തീയതി കുത്തരി പായസം ഇന്നിവിടെ കുത്തരി പായസം വെക്കുന്നതിന് വേണ്ടി അരി ഉപയോഗിക്കുന്നതാണ്. ഉത്രാടം നാളിൽ അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സന്ദേശമാണ്, പൊതു സമൂഹത്തിനുള്ളൊരു സന്ദേശമായിട്ടാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ കാർഷിക സംസ്കാരം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഭൂമി ഏറ്റവും ഉപയോഗപ്രദമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സംരംഭമാണ് ദേവാങ്കണം ചാരുഹരിതം എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയായിട്ടുള്ള ഹരിതക്ഷേത്രം അത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടപ്പിലാക്കുന്നതിനാണ് ഇപ്പോൾ ദേവാങ്കണം ചാരുഹരിതം പദ്ധതി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ഷേത്രഭൂമികളിൽ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ, തെച്ചി, മന്ദാരം, തുളസി, അതുപോലെ തന്നെ നന്ദ്യാർവട്ടം, അങ്ങനെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ ഉത്പാദിപ്പിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഭൂമി, ഉപയുക്തമായിട്ടുള്ള കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ പച്ചക്കറി കൃഷി, നെൽകൃഷി, അതുപോലെ ഘനമരങ്ങൾ, നക്ഷത്ര വൃക്ഷങ്ങൾ, അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് ദേവാങ്കണം ചാരുഹരിതം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഭക്തജനങ്ങൾക്ക് കൂടി ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന്, അതായത് അത് സമൂഹത്തിനൊരു മാതൃകയാകുന്ന തന്നെയാണ്. ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ പദ്ധതി എല്ലാ ക്ഷേത്രങ്ങളിലും നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെ ഏകദേശം 250-ലധികം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ദേവാങ്കണം ചാരുഹരിതം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ 408 ക്ഷേത്രങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.